ഹായ്, സെറിൻ സ്പീക്സ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ യു കെയിൽ നിന്ന് തിരിച്ചു പോകാണ് നാട്ടിലേക്ക്. അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു. ഞാനിനി യു കെനെ പറ്റി കുറച്ച് കുറ്റം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുമക്കളെ ഇനി ഇങ്ങോട്ടേക്കൊന്നും വരില്ലേ എന്ന് പറയാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഞാൻ കുറച്ച് ഫാക്ട്സ് പറയാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ഐ എം നോട്ട് എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ, ഐ എം എ മെസ്സി ഫാൻ. സോ യു ക്യാൻ ബിലീവ് മൈ ഫാക്ട്സ് ഐ ഗസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും മോശമായിട്ട് യു കെയിൽ തോന്നിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സിസ്റ്റമാണ്. ഹൈലി പെയ്ഡ് ആണ് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം. അറിയായിരിക്കും ഇവിടുത്തെ ഡോക്ടേഴ്സിനുള്ള അല്ലെങ്കിൽ ഇപ്പം നേഴ്സുമാർ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ നേഴ്സുമാർ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ അവരോടുള്ള ഡിസ്റെസ്പെക്ട് കൊണ്ട് പറയുന്നു ഒന്നല്ല കേട്ടോ. പക്ഷേ ദ വേഴ്സ് ഈസ് മെഡിക്കൽ സിസ്റ്റം യു കെയിലെ. നമ്മുടെ നാട്ടിലൊക്കെ മോനെ ആക്ച്വലി നമ്മുടെ നാട്ടിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇവിടുത്തെ GP-നേക്കാളും വളരെ വളരെ ഹൈലി റേറ്റഡ് ആണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആംബുലൻസ് വിളിച്ചിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയോ? ആൻഡ് ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എമർജൻസിക്ക് നമ്മളിപ്പോ NHS എന്നാണ് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിന് ഇതിനൊക്കെ പറയുന്നത്. ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചാൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, നിങ്ങൾ ചോര തുപ്പുന്നുണ്ടോ എന്നൊക്കെയാണ്. മാൻ, ഹൗ റെഡിക്കുലസ്. നോ, റെഡിക്കുലസ് ഇൻ എ സെൻസ് ഞാൻ ഓൾറെഡി IHSV, ഇൻഷുറൻസ് ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞ് യു കെയിലേക്ക് വരുന്നതിന് മുൻപ് സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴും PSW എടുത്തപ്പോഴും ഇതിനു വേണ്ടി സ്പെഷ്യൽ ഫണ്ട് അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ഞാൻ ഫീ ഒന്നും കൊടുത്തിട്ടില്ല, എനിക്ക് മെഡിക്കൽ ഇതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുന്നല്ല. അങ്ങനെ പോലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ വേഴ്സ് മെഡിക്കൽ സിസ്റ്റം. എന്നിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാനെന്താ പറയുക, ഇപ്പോൾ ഞാനിതുപോലെ എനിക്കൊരു ചുമ വന്നു. ഏറെക്കുറെ ഒരു മാസത്തോളം ചുമയായിരുന്നു. ഞാൻ അവരുടെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു. പിന്നെ എമർജൻസി ആയി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അവർ എന്നോട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആവി പിടിക്കുന്നുണ്ട്, പാരസെറ്റമോൾ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് എന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ പറയണ അവരുടെ ആവശ്യമില്ലല്ലോ, എനിക്ക് തന്നെ അറിയാം. ഇനി പോട്ടെ, എൻ്റെ ChatGPT എടുത്ത് ചോദിച്ചു, ഇതിലും ബെറ്റർ എനിക്ക് ഓപ്ഷൻസ് വരും. അതാണ് NHS അഥവാ മെഡിക്കൽ സിസ്റ്റം ഇൻ UK. വളരെ വളരെ മോശമാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്പർ 2. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനോട് എനിക്കൊരു ഇതുമില്ല, പക്ഷെ ആളിങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടു പഠിക്കണം എന്ന് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ ഒരിക്കലും കണ്ടുപഠിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് റേസിസം. ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് എന്നല്ല, ഡയറക്റ്റായിട്ടും ഉണ്ട്, ഞാൻ എക്സ്പീരിയൻസുകളൊന്നും പറയാൻ നിൽക്കുന്നില്ല, അത് വളരെ മോശമായി പോവും. പക്ഷേ ഒരിക്കലും പഠിക്കരുതായിട്ടുള്ള സംഭവമാണ് റേസിസം. ഞാൻ ഇന്ത്യയിൽ ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ സ്കിൻ ടോൺ നോക്കിയിട്ടാണ് റേസിസം പറയുന്നത്. ഇതെനിക്ക് വളരെ മോശമാണ്. എനിക്ക് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അതിന്റെ പല കോൺസിക്വൻസസ് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ ടൈമിലൊക്കെ. അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ പലയിടത്തും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ റേസിസം ഹിറ്റ്സ് ഡിഫറെന്റ്. അപ്പോൾ ഇവിടെ പല കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്. അതായത് ഇമിഗ്രൻസ് ഒരാളെ കുത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ പലപ്പോഴും നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, റേസിസവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മാർച്ച് നടന്നു, ഇവിടെ മാർച്ച് നടന്നു, ലണ്ടനിൽ അതുണ്ടായി, ബെൽഫാസ്റ്റിൽ അതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റേസിസം അതൊരു ഇത് എല്ലാവരും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പല വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും, ഈവൻ ഇൻ വർക്ക് ചെയ്ത ആമസോണിൽ പോലും നല്ല രീതിയിലുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ കൂടുതൽ കാലം വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള പലർക്കും നിഷേധിച്ചുകൊണ്ട് വേറെ പലർക്കും സ്കിൻ ടോൺ നോക്കി ചാൻസസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വളരെ ഡിസപ്പോയിന്റിങ് ആണ്. മോശമാണെന്നൊന്നും പറയുന്നില്ല, കാരണം മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെയാണ്, അതിനി മാറാനൊന്നും പോണില്ല. അപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഒരിക്കലും അത് നമ്മൾ ഫോളോ ചെയ്യരുത് കേട്ടോ. വേറെ പല സംസ്കാരങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ വരുന്നുണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുമാണ്. ഇത് വരാതിരിക്കട്ടെ. ഒരു ആഡ് ഓൺ ഉണ്ടായിരുന്നു നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ മെഡിക്കൽ സംഭവത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ് പാരസെറ്റമോൾ കൾച്ചർ. അത് ഇവരെന്നെ ഇവരത്തെ കളിയാക്കി പറയുന്ന ഒരു ടേമാണ് പാരസെറ്റമോൾ കൾച്ചർ. കാരണം എന്തിനും ഏതിനും ഇവിടെ ചികിത്സ എന്ന് പറഞ്ഞാൽ പാരസെറ്റമോൾ ആണ്. അതിന് മേലെ ഒന്നുമില്ല, താഴെ ഒന്നുമില്ല എന്നാണ് എൻ്റെ അറിവ്. എന്തിനും ഏതിനും പാരസെറ്റമോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുക, അതായിരിക്കും നമ്മുടെ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ UK വന്ന ശേഷം ഹോം റെമഡീസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തു. നാട്ടിലായിരുന്നപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. അമ്മേനൊക്കെ വിളിച്ച് ചോദിക്കും, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും അമ്മ, വേറെ വഴിയില്ല.
ഇതാണ് മെഡിക്കൽ സിസ്റ്റത്തിൽ പറയാൻ മറന്നുപോയ ഒരു സംഭവമാണ് കേട്ടോ, പാരസെറ്റമോൾ കൾച്ചർ. അപ്പോൾ ദ റേസിസം ആൻഡ് ദ മെഡിക്കൽ സിസ്റ്റം. അത് കഴിഞ്ഞ് എനിക്ക് മൂന്നാമത്തെ ഏറ്റവും യു കെയിലെ മോശമായിട്ട് തോന്നിയത് വെതറാണ്. ബ്രിട്ടീഷ് വെതർ എന്ന് പറഞ്ഞൊരു ടേം ഇനിയുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പോലും ഇഷ്ടമല്ല ഇത്. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം മെജോറിറ്റി അല്ലെങ്കിൽ ഒരു 7-8 months ഒക്കെ ഇവിടെ തണുപ്പ് തന്നെയാണ്. പക്ഷെ മാരക തണുപ്പോ മഞ്ഞ് വീഴ്ചയോ അമ്മാരി സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്കൊക്കെ എന്ന് നമ്മൾ പറയില്ലേ, അത്രയേ ഉള്ളൂ ആക്ച്വലി. പക്ഷെ നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. എൻ്റെ കൂടെ മഴ പെയ്യും. ഇപ്പോൾ സമ്മറാണ് ആക്ച്വലി. ഓഗസ്റ്റിലൊക്കെ ഇവിടെ സമ്മറാണ്. നമ്മുടെ നാട്ടിൽ മഴയാണ്, മൺസൂണാണല്ലോ. ഇവിടെ സമ്മർ ആയിരിക്കണല്ലോ. സോ സമ്മറിലായാലും മഴ പെയ്യും. ഇതാണ് അവിടുത്തെ പ്രത്യേകത. സോ ബ്രിട്ടീഷ് വെതർ ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പല പല രോഗങ്ങളും വരും. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരു രോഗങ്ങൾ വരാത്ത ഒരാളായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പല പ്രാവശ്യം രോഗങ്ങൾക്ക് കീഴടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഐ ഹേറ്റ് ബ്രിട്ടീഷ് വെതർ. ഒരുമാതിരി വൃത്തികെട്ട വെതറാണ്. സോ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം യു കെയിലേക്ക് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ആ ഒരു ഫ്ലോയിൽ എല്ലാവരും വന്ന ആ ഒരു ടൈമിൽ ഞാൻ കയറി പോകുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അതിലെ ചതികൾ എനിക്ക് മനസ്സിലായത്. നമ്പർ 4, എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ ഓവറോൾ പറയാം. അതിലെ പ്രോസ് ആൻഡ് കോൺസ് ആണ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യു കെ എഡ്യൂക്കേഷൻ ഈസ് ഹൈലി അക്സെപ്റ്റബിൾ, അല്ലെങ്കിൽ ഹൈലി എന്താ പറയുക, മറ്റുള്ളവരുടെ മുകളിൽ നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ് യു കെ എഡ്യൂക്കേഷൻ. എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന സംഭവമാണ്. ടു ബി ഫ്രാങ്ക്, അങ്ങനെ വലിയ സംഭവമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഒരുപാട് പേര് യു കെയിൽ നിന്ന് ഇപ്പം എന്നെ പഠിച്ചുകൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ദുബായിലുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ പറയുന്നത് യു കെന്ന് പോകുന്നതിൽ മിക്കവരും ദുബായിൽ വന്നതുപോലെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നില്ല ആക്ച്വലി ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ എഡ്യൂക്കേഷൻ്റെ ഹൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ വരവ് കൊണ്ട് തന്നെയാണെന്ന് പറയാം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ യു കെ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരുപാട് പേര് നല്ല നല്ല കോഴ്സുകൾ പഠിച്ചിരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് മീ. സോ ചാൻസസ് കിട്ടാൻ ഭയങ്കര കുറവാണ്. സോ ആ യു കെ എഡ്യൂക്കേഷൻ ഓക്കെ യു കെ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്നാൽ പിന്നെ അവരെടുത്തേക്കാം എന്ന് പറയുന്ന സെറ്റപ്പ് ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇതൊക്കെ പോയി. അതാണ് അന്നത്തെ കാലം, ഇത് ഇന്നത്തെ കാലം. വി ആർ റണ്ണിങ് ഇൻ ദിസ് ടൈം. സോ അന്നത്തെ കാലമൊന്നും ഇല്ല. അപ്പോൾ ദെൻ അതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു സംഭവമാണ് 20 hour ക്യാപ്പ്. അതായത് സ്റ്റുഡൻസിന് 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഓക്കെ 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ, 20 മണിക്കൂർ വർക്ക് ചെയ്ത് ഇത്ര കിട്ടും, 10-50,000 ഒക്കെ കിട്ടും ഓഫ് കോഴ്സ്. കാരണം നാട്ടിൽ എനിക്ക് അത്ര സാലറി ശമ്പളം ഒന്നും ഉണ്ടായിരുന്നില്ല, സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഹൈലി റേറ്റഡ് ചെയ്തിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഇവിടെ ചെലവ് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ചെലവ് എല്ലാ കൊല്ലവും ഗ്രാജുവലി നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വിലക്കയറ്റൊക്കെ വന്ന വൻ സംഭവങ്ങളൊക്കെയാണല്ലോ. ഇവിടെ ഞാൻ വന്നപ്പോൾ 10-50 പെൻസൊക്കെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ ഏറെക്കുറെ 1 പൗണ്ടിന് മേലെയായി. അതായത് ഇരട്ടി. 4.5 കൊല്ലം കൊണ്ട് വന്നിരിക്കുന്ന വ്യത്യാസമാണ്. ഈ 4.5 കൊല്ലത്തിൽ സാലറി ഇരട്ടി ആയിട്ടില്ല കേട്ടോ. ഓക്കെ, സ്റ്റുഡൻസിന് 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പോഴും എൻ്റെ മണ്ടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങി MSc പഠിക്കുന്ന മിക്കവരും. MSc എന്നൊക്കെ പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, PG, ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങുന്ന നമ്മളെടുത്ത് നമ്മൾ ഫീൽഡിൽ ഏതെങ്കിലും ജോലിക്ക് പോയിനാൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പാത്താലും എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ എക്സ്പീരിയൻസ് എടുത്തെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് ഹയർ ചെയ്യണ്ടേ? എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഇവർ എടുക്കുള്ളൂ. 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഈ ഫ്രഷേഴ്സിനെ എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ആ ഒരു രീതി ഫോളോ ചെയ്ത് തരുന്നതും എനിക്ക് എന്തോ നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി അവർക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉള്ളവർ കിട്ടിയാൽ നല്ലതായിരിക്കും. പക്ഷെ ഈ ചെയ്യുന്ന പല വർക്കിലും എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും നമ്മളെക്കാൾ മോശമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ വർക്ക് ചെയ്ത പലയിടത്തും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. ഭയങ്കര മിസ്സിംഗ് ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ എക്സ്പീരിയൻസ് ഡസൻ മാറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നത് നല്ലതൊക്കെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, നല്ല രീതിയിൽ ഈ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവരൊരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കുള്ളൂ. സോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ കൂടെ അതിലേക്ക് കൊടുക്കാമല്ലോ. എപ്പോഴും എക്സ്പീരിയൻസ് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് അതെനിക്ക് എത്ര അങ്ങോട്ട് ദഹിക്കുന്ന സംഭവമല്ല. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റോഡ് റൂൾസ്, പെനാൽറ്റീസ്, അതുപോലെ ഇൻഷുറൻസ്, ടാക്സ് സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ റോഡ് റൂൾസ്, ഓക്കെ. എനിക്ക് ഇപ്പോൾ യു കെയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം ഇവിടെ അത്യാവശ്യം നല്ലൊരു ട്രാഫിക് റൂൾസ് ആണ്. ഒട്ടുമിക്ക ഒരു 99% പേരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവരുമാണ്. പക്ഷേ അതിലുണ്ട് പ്രോസ് ആൻഡ് കോൺസ്. അതിലെ പെനാൽറ്റി സംഭവങ്ങളൊക്കെ, ചെറിയൊരു മിസ്റ്റേക്കിന് വരുന്ന പെനാൽറ്റി ഒക്കെ വളരെ കൂടുതലാണ്. നമ്മളത് റിപ്പീറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷേ മറ്റൊരാളുടെ മിസ്റ്റേക്ക് കൊണ്ടോ, നമുക്കറിയാത്തതുകൊണ്ടോ, റോഡ് സൈൻസ് ഇല്ലാത്തതുകൊണ്ടോ, എല്ലാ സ്ഥലത്തും റോഡ് സൈൻസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പല സ്ഥലങ്ങളിലും കൺട്രി സൈഡിലൊക്കെ ഈ സ്പീഡ് ലിമിറ്റ് എത്രയാന്നുള്ളതൊക്കെ നോക്കി പോകേണ്ടി വന്നിട്ടുണ്ട്. സോ ചെറുതായിട്ടൊന്ന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പം പെനാൽറ്റി അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്ട്രിക്ട്ലി ഇത് ഫോളോ ചെയ്യുന്ന കൺട്രീസിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ മിസ്സിംഗ് ഉണ്ട്. ഡെവലപ്പ് ആകണമെന്നൊന്നും ഒരു ഇന്ത്യക്കാരൻ യു കെ ട്രാഫിക് റൂളിനെ പറ്റി പറയുന്നത് ശരിയല്ല. പക്ഷേ പല മിസ്സിങ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ടാക്സും ഇൻഷുറൻസും തോന്നിയത്. ഇപ്പം നമുക്ക് ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടല്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല തന്നെ. ഇൻഷുറൻസ് ചെയ്യാണ്ട് നമ്മുടെ പേരിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഫൈനാണ്. പിന്നെ ചിലപ്പോൾ വണ്ടിയും അവർ കൊണ്ടുപോകും. അപ്പം അതിലൊരു ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി ആ റൂൾസ് വെച്ച് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇൻഷുറൻസ് ഇല്ലാതെ ആക്സിഡന്റ് പറ്റി എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് സംഭവിക്കാം. പക്ഷെ വണ്ടിക്കല്ല ഇൻഷുറൻസ്, ആളുടെ പേരിൽ ഇൻഷുറൻസ് എന്നുള്ള സംഭവം എനിക്ക് ഇതുവരെ അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ്, എനിക്ക് ഓക്കെ സംഭവങ്ങൾ ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഓക്കെ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ടാക്സ് ഉണ്ട്, ഇൻഷുറൻസ് വളരെ കൂടുതലാണ്. അതാണ് അതിലിപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കും, സ്കോട്ട്ലാൻഡ് പോകാനായിട്ട് ഒരു 3-4 ദിവസം. ചിലപ്പോൾ മൊത്തം ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഇൻഷുറൻസിൽ ആഡ് ചെയ്യണമെങ്കിൽ 80-90 പൗണ്ടൊക്കെയാണ് ഇൻഷുറൻസ് പറയുന്നത്. അത് ഒരു ദിവസം എൻ്റെ BM-ൽ 80 പൗണ്ടാണ് ഞാൻ വണ്ടി എടുത്ത് എൻ്റെ വീട് വരെ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ഇൻഷുറൻസ് നോക്കിയപ്പോൾ. ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് നോക്കാൻ പറ്റില്ല, കാരണം ആ സമയത്തല്ലേ ആ വണ്ടി മേടിക്കുന്നത് നമ്മൾ ഉറപ്പാക്കിയിട്ടുള്ളൂ. എനിക്ക് വന്നത് 67 പൗണ്ടാണ്. ഒറ്റ ദിവസം 3-4 മണിക്കൂർ ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇൻഷുറൻസ് എടുത്തപ്പോൾ വന്ന എമൗണ്ടാണ്. 67 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 7500 രൂപയോളം വന്നു. അവരൊന്ന് നമ്മുടെ നാട്ടിൽ ഒരു മാസത്തെ EMI ആണ് നല്ലൊരു വണ്ടിയുടെ, പുത്തൻ വണ്ടിയുടെ. അപ്പോൾ അത് ഭയങ്കര റേറ്റ് ആണ് ഇൻഷുറൻസ്. അതിലെ ഈ പോയിന്റ്സ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിലും ഇൻഷുറൻസിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതെനിക്ക് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് യു കെയിൽ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം. പിന്നെ 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ 15 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴാണല്ലോ ടെസ്റ്റിന് കയറ്റേണ്ടത്. 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റിന് കയറ്റണം. ഈ 5 years വരെ ലക്ഷറി ടാക്സ് നമ്മൾ കൊടുക്കും വേണം, 5 yearsനുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ. സോ അത് ഭയങ്കര ഹൈ ആണ് ഈ അമൗണ്ട്സ് ഒക്കെ. നമ്മളൊരു കാറും കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മുടെ ബസ്സുകാരുടെ കാര്യമൊക്കെ പറയില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ പലതും മിസ്സായി പോയിട്ടുണ്ടാവും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഇറ്റ് ദ വീഡിയോ. അപ്പോൾ ഞാൻ യു കെയുടെ പോസിറ്റീവ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും